മലയാളത്തിൻ്റെ പ്രിയ നോവലിസ്റ്റ് ബെന്യാമിൻ രചിച്ച ആടുജീവിതം ചലച്ചിത്രമാകുന്നു. ഈ മാർച്ച് 28-ന് 4-5 ഭാഷകളിലായി ലോകമെമ്പാടും റിലീസ് ചെയ്യപ്പെടുകയാണ്. ഇതിൻ്റെ പ്രധാന കഥാപാത്രമായ നജീബിനെ അവതരിപ്പിച്ചിരിക്കുന്നത് പൃഥ്വിരാജാണ്. ഇതിൻ്റെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ബ്ലസ്സിയാണ്. ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്ന കെ.യു. മോഹനൻ. റസൂൽ പൂക്കുറ്റി ശബ്ദ മിശ്രണം, ഗാനവും പശ്ചാത്തല സംഗീതവും A.R. റഹ്മാൻ. സിനിമ നിർമ്മിച്ചിരിക്കുന്ന കെ.ജി. എബ്രഹാം, അമല പോൾ, വിനീത് ശ്രീനിവാസൻ, അപർണ ബാലമുരളി, സന്തോഷ് കീഴാറ്റൂർ, ലെന തുടങ്ങിയവർ അഭിനയിക്കുന്നുണ്ട്. ഇത് 2018-ന് തിരുവല്ലയിൽ വെച്ച് ഇതിൻ്റെ ഷൂട്ടിംഗ് ആരംഭിച്ചെങ്കിൽ 6 വർഷത്തോളം നീണ്ടു നിന്ന് ഇപ്പോൾ 2024 മാർച്ച് 28-നാണ് തിയേറ്ററിൽ റിലീസിങ്ങിനെത്തുന്നത്. 2024 തുടക്കം തന്നെ മലയാളത്തിൻ്റെ ഒരു വസന്തകാലത്തിൻ്റെ മുന്നറിയിപ്പായിരുന്നു എന്ന് നമ്മൾ ഇതിന് മുന്നിലുള്ള ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3-4 സിനിമകൾ, മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ബ്രഹ്മയുഗം തുടങ്ങിയ സിനിമകളെല്ലാം തിയേറ്ററുകളിൽ ഇപ്പോഴും തകർത്താടിക്കൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിലേക്കാണ് ആടുജീവിതം പൃഥ്വിരാജിൻ്റെ കടന്നു വരുന്നത്. ബ്ലസ്സിയും പൃഥ്വിരാജും അമല പോളും A.R. റഹ്മാനും റസൂൽ പൂക്കുറ്റിയും എല്ലാം ഒന്നിക്കുമ്പോൾ മലയാള സിനിമാ ചരിത്രത്തിലേക്ക് ഒരു പുതിയ റെക്കോർഡും കൂടെ സൃഷ്ടിക്കാനായിട്ടൊരു സിനിമ കൂടി കടന്നു വരുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 2008-ൽ പുറത്തിറങ്ങിയ ആടുജീവിതം എന്ന ഈ നോവലിന് 2009-ൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. നജീബ് എന്ന ആലപ്പുഴയിലെ ഒരു മലയാളി യുവാവ് ലേബർ വിസയിൽ സൗദി അറേബ്യയിൽ എത്തിപ്പെട്ട് വഞ്ചിക്കപ്പെടുന്ന ഒരു കഥയാണ് ആടുജീവിതം. സ്പോൺസറാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നജീബിനെയും കൂട്ടുകാരനെയും കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മണൽക്കാടുകളിലെ ഒരു ആട് വളർത്തു കേന്ദ്രത്തിലെത്തിച്ച് ദുരിതക്കയത്തിലാക്കുന്ന കഥയാണ് ആടുജീവിതം. ഈ നോവൽ വായിച്ച് കണ്ണീർ വീഴ്ത്താത്തവരായി ആരും തന്നെ കാണില്ല. അത്രമേൽ ദുരിതപൂർണമായ ജീവിതമായിരുന്നു അവിടെ മസ്രയിൽ നജീബിനുണ്ടായിരുന്നത്. വൃത്തിഹീനമായ സാഹചര്യം, ആടുകളുടെയും ഒട്ടകങ്ങളുടെയും കൂടെയുള്ള കിടത്തം, വിശ്രമമില്ലാത്ത പണി, വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു ഭീകര ജീവിയെപ്പോലെ ആയി തീർന്നു നജീബ്. അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്ത മണൽക്കൂനകളിൽ കണ്ട തലയോട്ടിയും അടങ്ങിയ മനുഷ്യ ശരീരവും കണ്ടപ്പോൾ നജീബിന് മുമ്പ് അവിടെ നിന്നിരുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച മറ്റാരുടെയോ ശരീരമാണതെന്നും തൻ്റെ ഗതിയും ഇങ്ങനെ തന്നെയായിരിക്കുമെന്നും നജീബ് തീർച്ചപ്പെടുത്തി. ആടിൻ്റെ പച്ചപ്പാലും കുബൂസ് എന്ന റൊട്ടിയുടെ കഷ്ണവും വല്ലപ്പോഴും കിട്ടുന്ന കുറച്ച് വെള്ളവും കുടിച്ച് ആ കര കാണാത്ത മണൽക്കാടുകളിൽ രാത്രിയും പകലും വന്നുപോയതറിയാതെ, നാട്ടിലെ തൻ്റെ കുടുംബങ്ങളുടെ വിവരങ്ങളൊന്നും അറിയാതെ കരഞ്ഞ് ആടുകൾക്ക് കൂടെ കിടന്ന്, ഒട്ടകങ്ങൾക്ക് നടുവിൽ കിടന്ന് അദ്ദേഹം ദിനരാത്രങ്ങൾ തള്ളി നീക്കി. ആടുകൾക്കും ഒട്ടകങ്ങൾക്കും അയാളുടെ ബന്ധുക്കളുടെ പേരുകൾ നൽകി അവയെ ആ പേര് വിളിച്ച് ബന്ധുക്കളോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ച് അയാൾ സമയം തള്ളി നീക്കി. കുറേ കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ രൂപം തന്നെ മാറിക്കഴിഞ്ഞിരുന്നു. ഒരു ഭീകരജീവിയെപ്പോലെ, ഒരു ഭ്രാന്തനെ പോലെ ആയി കഴിഞ്ഞിരുന്നു അയാൾ നജീബ്. അകാരണമായി അറബി വന്ന് അയാളെ തല്ലിച്ചതയ്ക്കുമായിരുന്നു. ഇനി ഈ ദുരിതക്കയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അയാൾ വിചാരിച്ചു അത്രേ. പലപ്പോഴും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന് പറയുന്നു. ഒരു വികൃത രൂപമായി കഴിഞ്ഞു അയാൾക്ക് അയാളെ തന്നെ മനസ്സിലാക്കാൻ പറ്റാത്തവണ്ണം ശരീരം മാറിക്കഴിഞ്ഞിരുന്നു, ഒരു ഭ്രാന്തനെ പോലെ. ആയിടയ്ക്ക് തൻ്റെ മുതലാളിയാളുടെ മകളുടെ വിവാഹത്തിന് നാട്ടിൽ പോയ ഒരവസരം നോക്കി നജീബും അയാളുടെ സുഹൃത്ത് തൊട്ടപ്പുറത്തുള്ള മസ്രയിലുള്ള സുഹൃത്തായ ഹക്കീമും ചേർന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും മണലാരണ്യത്തിലൂടെ ദിവസങ്ങളോളം അവിടുന്ന് നടന്ന് വേച്ച് കാലുകളിൽ നീര് വന്ന് വെള്ളം കിട്ടാതെയും ഭക്ഷണം കഴിക്കാതെയും ദിവസങ്ങളോളം നടന്നു കഴിഞ്ഞ് വഴിയിൽ വെച്ച് ഹക്കീം വീണ് മരിക്കുന്നു. അതും കഴിഞ്ഞ് വളരെ ദൂരം നടന്ന ദിവസങ്ങളോളം തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിലെ മണലാരണ്യത്തിൽ ഉപേക്ഷിച്ച് നടന്ന് എത്ര ദിവസങ്ങൾക്ക് ശേഷമാണെന്നറിയില്ല ഒരു ഹൈവേയിൽ എത്തിപ്പെടുന്നു. അവിടുന്ന് സന്മനസ്സുള്ള ഒരു അറബിയുടെ കാരുണ്യം കൊണ്ട് അയാൾ ടൗണിൽ എത്തിച്ചേരുന്നു. അവിടെ വെച്ചൊരു സുഹൃത്തിനെ കണ്ടുമുട്ടുന്നു, എംബസിയുമായി ബന്ധപ്പെടുന്നു, പോലീസ് കേസായി ജയിലിൽ കിടക്കുന്നു. അവിടുന്ന് തിരിച്ച് രക്ഷപ്പെട്ട് വിമാനം കയറി നാട്ടിലേക്ക് തിരിച്ചു വരുന്നു, ബന്ധുക്കളെ കാണുന്നതുമൊക്കെയാണ് അതിൻ്റെ കഥ. വീണ്ടും കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി ഒരു സുഹൃത്തിൻ്റെ സഹായത്താൽ ഈ ഗൾഫിൽ എത്തിച്ചേരുകയും അവിടെ വെച്ച് ഈ ബെന്യാമിനെ പരിചയപ്പെടുകയും തൻ്റെ കഥ പറഞ്ഞു കൊടുക്കുകയും അതൊരു നോവലായി വരികയും ചെയ്തതാണ് മലയാളി ആടുജീവിതം എന്ന നോവലിലൂടെ കണ്ടത്. അതാണ് നമ്മൾ ഇനി പൃഥ്വിരാജിൻ്റെ സിനിമ മാർച്ച് 28-ന് തിയേറ്ററുകളിലൂടെ കാണുന്നത്. അത് വലിയൊരു ചലച്ചിത്ര ആസ്വാദനമായിരിക്കുമെന്ന്
പ്രതീക്ഷിക്കുന്നു അത് മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് ആശിക്കുകയും ചെയ്യുന്നു. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. സിനിമ ഇറങ്ങിയതിന് ശേഷം അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കാം. എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.